ശരിയാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ അവർ അവിടെ നിന്ന് മടങ്ങി. മറ്റൊരിക്കൽ രണ്ടുപേരും ത്വായിഫിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടെ വഴിയരികിലൊരിടത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു പറ്റം ഗ്രാമീണരെ കണ്ടു. സൽക്കാരപ്രിയനായ ഇബ്രാഹിം അദ്ഹുല്ലാഹിന് ഉടനെ അവരെ വിളിച്ചു പറഞ്ഞു, പ്രിയ സഹോദരന്മാരെ, വരൂ, നമ്മോടൊപ്പം അല്പം ഭക്ഷണം കഴിക്കാം. ഉടനെ സുഫിയാൻ അല്പം കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞങ്ങൾ ഭക്ഷണം അവിടെ എത്തിക്കാം. പിന്നീട് സുഫിയാൻ ഇബ്രാഹിം അദ്ഹുല്ലാഹിനോട് പറഞ്ഞു, ആദ്യം നാം വേണ്ടതുപോലെ കഴിക്കുക, പിന്നീട് അവർക്ക് എത്തിച്ചെടുക്കുന്നതാണ് നല്ലത്. അതെന്താ തങ്ങൾ അങ്ങനെ പറയുന്നത്? കാരണം അവർ വരികയും ഭക്ഷണമെല്ലാം കഴിച്ചു തീർക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സിനത് പ്രയാസമുണ്ടാക്കും. അപ്പോൾ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടാനിടയാകും. നേരെ മറിച്ച് നാം കഴിച്ച ശേഷം കൊടുക്കുന്നത് ആത്മസംതൃപ്തിയോടെയായിരിക്കും. നല്ല മനസ്സംതൃപ്തിയോടെ കൊടുക്കുന്ന ദാനമേ അല്ലാഹു സ്വീകരിക്കൂ. അതിന് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഇബ്രാഹിം അദ്ഹുല്ലാഹിന് സുഫിയാൻ സൗദിയുടെ നിർദ്ദേശം അംഗീകരിച്ചു. ഇബ്രാഹിം അദ്ഹുല്ലാഹിന് പറയുന്നു, ഞാനൊരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ സ്വപ്നത്തിൽ ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഏടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇതൊരു ഏടാണ്. എന്തിനാണിത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ എഴുതാനാണ്. എന്നാൽ ഈ വിനീതൻ്റെ പേരും കൂടി അതിലൊന്ന് എഴുതാൻ കനിവുണ്ടാകണം. അതിന് താങ്കൾ അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങളിൽപ്പെട്ടയാളല്ലോ. എന്നാൽ അവരുടെ എല്ലാം പേരിന് ശേഷം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഇബ്രാഹിം അദ്ഹുൽ എന്നെങ്കിലും എഴുതണം. ഉടനെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു വിളിയാളമുണ്ടായി, ജിബ്രീൽ, ഇബ്രാഹിം അദ്ഹുമിൻ്റെ പേര് അതിൽ ആദ്യം തന്നെ എഴുതിക്കോളൂ. ഉറക്കമുണർന്ന ഞാൻ അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിച്ചു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് ഖിദർ നബി അലൈഹിസ്സലാം. മഹാന്മാരായ പലരും ഖിദർ നബി അലൈഹിസ്സലാമിനെ നേരിൽ കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം അദ്ഹുല്ലാഹിനു ഖിദർ നബി അലൈഹിസ്സലാമിനെ കണ്ട കഥ വിവരിക്കുന്നതിങ്ങനെ: കൊട്ടാരം വിട്ട് അള്ളാഹുവിനെ തേടിയിറങ്ങി ആദ്യ നാളുകളിലൊന്നിൽ ഞാനൊരു മലഞ്ചെരിവിൽ ആരാധന നിമഗ്നനായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോൾ ശുഭവസ്ത്രധാരിയായ ഒരാൾ എൻ്റെ മുമ്പിലെത്തി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെള്ളമോ മറ്റ് യാത്രാ സാമഗ്രികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല, ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഞാനും ഒരു പുഞ്ചിരിയിൽ പ്രതികരണമൊതുക്കി. സൂര്യാസ്തമയത്തോടടുത്തപ്പോൾ അദ്ദേഹം നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അസ്തമയം ഉറപ്പായ ശേഷം ആരും നിസ്കരിച്ചു. ഞാനും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ ചിലിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതോ ദിക്റായിരിക്കും, ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. നിസ്കാരം പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്കും ഭക്ഷണം മുമ്പിലെത്തിയിരുന്നു. കുടിക്കാൻ വെള്ളവുമുണ്ട്. അതെല്ലാം ആര് കൊണ്ടുവന്നുവെന്നോ എങ്ങനെ അതിവിടെ വന്നുവെന്നോ ഇപ്പോഴും എനിക്കറിയില്ല. ഏതായാലും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. വിശപ്പും ദാഹം ക്ഷീണവുമെല്ലാം തീർന്നു. ഏതാനും ദിവസങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. പോകും മുമ്പ് എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. മലഞ്ചെരിവിൽ വീണ്ടും ഞാൻ ഏകനായി. ഏകാന്തതയുടെ വിരസത അകറ്റാനായി ഒരു ദിവസം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴതാ ഒരാൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അയാൾ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ. വിജനമായ മലഞ്ചെരുവിൽ വെച്ച് ഭീതിജനകമായ ആ അന്തരീക്ഷത്തിൽ കണ്ടുമുട്ടിയ ആ പരിചിതന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കല്പം പേടി തോന്നി. ആരായിരിക്കും ഇദ്ദേഹം? തന്നെ വഴിതെറ്റിക്കാൻ വന്ന പിശാചായിരിക്കുമോ? പലരെയും അവൻ വഴിതെറ്റിച്ചതായി കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ ഭയം കണ്ടിട്ടാവണം ആഗതൻ വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഭയപ്പെടുകയൊന്നും വേണ്ട. ഞാൻ ഖിദർ നബിയാണ്. താങ്കളെ ഒന്ന് കാണാനും
ഒരു കാര്യം പറയാനുമായി വന്നതാണ്. എനിക്ക് സന്തോഷമായി. പറയൂ, എന്താണ് ആ കാര്യം? ഞാൻ ചോദിച്ചു. താങ്കൾക്ക് മുമ്പ് ഒരാൾ വന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുപയോഗിച്ച് താങ്കൾ ആർക്കെതിരെയും പ്രാർത്ഥിച്ചേക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ നാമം ഉരുവിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. ആർക്കെങ്കിലും എതിരെ പ്രാർത്ഥിച്ചാൽ അവൻ ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടവനായി തീരും. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്താൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? അതെ പ്രവാചകരെ, മനസ്സിലായി. എന്നാൽ ഞാൻ പോകുന്നു. വിധിയുണ്ടെങ്കിൽ ഇനിയും കാണാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ് ഖിദ്ർ നബി അലൈഹി സ്വലാം യാത്രയായി. ഖിദ്ർ നബിയെ കണ്ട് സംസാരിക്കാൻ സാധിച്ചതിലുള്ള ആത്മനിർവൃതിയോടെ ഞാൻ സലാം മടക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു മക്കയിലെ സൂഖുൽ ലൈലിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട സ്ഥലം. അവിടെ ഒരു വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. അപ്പോഴാണ് ശിഷ്യൻ ഷഖീഖ് റളിയല്ലാഹു അൻഹു ഗുരുവിനെ കണ്ടത്. ഗുരു, അങ്ങെന്തിനാണ് കരയുന്നത്? കാര്യമായൊന്നുമില്ല. എന്നാലും തൽക്കാലം താങ്കളത് അറിയേണ്ട. ഷഖീഖ് റളിയല്ലാഹു അൻഹു പിന്നെയും നിർബന്ധിപ്പിച്ചപ്പോൾ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാൽ ഞാൻ പറയാം. താങ്കൾ എൻ്റെ ജീവിതകാലത്ത് ഇതാരോടും പറയരുതെന്ന നിബന്ധനയോടെ മാത്രം. ശരി, ഞാൻ ആരോടും പറയില്ല. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു സംഭവം ഉണ്ടായി. പറയൂ ഗുരു, എന്തായിരുന്നു അത്? ഏകദേശം 30 വർഷത്തോളമായി സിഖ്ബാജ് എന്ന പ്രത്യേക ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം. പക്ഷേ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ആത്മസമരത്തിലൂടെ ഞാൻ ആ ആഗ്രഹത്തിന് തടയിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഇന്നലെ രാത്രി ഞാൻ മസ്ജിദുൽ ഹറാമിലിരുന്ന് അല്പമൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാത്രത്തിലേറെ നാളായി ഞാൻ കൊതിച്ചുകൊണ്ടിരുന്ന സിഖ്ബാജ് ചൂടോടെയുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധയുണർന്നു. ഞാൻ തലയുയർത്തി നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ പാത്രം എൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം, ഇത് താങ്കൾക്കുള്ളതാണ്, കഴിച്ചോളൂ. ഞാൻ സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹുവാണ് താങ്കളെ ഭക്ഷിപ്പിക്കുന്നതെങ്കിൽ അല്പം കഴിച്ചുകൂടെ? ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ചെറുപ്പക്കാരൻ വീണ്ടും എന്നെ കഴിക്കാൻ നിർബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ യുവാവ് മനസ്സ് തുറന്നു. ഇബ്രാഹിം, ഞാൻ ഖിദ്ർ നബിയാണ്. എനിക്കൊരാൾ തന്നയച്ചതാണ് ഈ ഭക്ഷണം. ഇത് എൻ്റെ കയ്യിലെത്തിയപ്പോൾ അള്ളാഹു എന്നെ അറിയിച്ചു, താങ്കൾക്ക് കൊണ്ടുവന്നു തരാൻ. അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണമാണിത്. താങ്കൾ കഴിച്ചേ പറ്റൂ. ഷെയ്ഖ് പറയുന്നു, ഖിദ്ർ നബി അലൈഹി സ്വലാം എന്നെ വല്ലാതെ നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നു. ഖിദ്ർ നബി അലൈഹി സ്വലാം തന്നെ ഭക്ഷണം വാരിയെടുത്ത് എൻ്റെ വായിൽ വെച്ച് തന്നു. ഞാൻ വയറു നിറയെ കഴിച്ചു. ആ ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗുരുവിൻ്റെ കഥ കേട്ടു നിന്ന ഷഖീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അദ്ദേഹം ഗുരുവിൻ്റെ കരം പിടിച്ച് ചുംബിച്ചു. ശേഷം ഗുരുവും ശിഷ്യനും കൂടി മസ്ജിദുൽ ഹറാമിലേക്ക് നടന്നു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മർവയിലേക്കുള്ള സഞ്ചാരത്തിലാണ്. വഴിമധ്യേ ഒരു വലിയ പുഴ കണ്ടു. പുഴക്ക് മുകളിലൂടെ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനായി ഒരു ചെറിയ പാലം പണിതിട്ടുണ്ട്. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പാലത്തിൽ കയറി പതുക്കെ നടന്നു നീങ്ങവേ തൊട്ടു മുമ്പിൽ നടന്നിരുന്ന ഒരാൾ കാൽ തന്നെ താഴേക്ക് പതിച്ചു. പുഴയിൽ നിന്ന് വളരെ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. പുഴയിലാവട്ടെ നിറയെ വെള്ളവുമുണ്ട്. ജനങ്ങൾ ശ്വാസമടക്കി പിടിച്ചു. നോക്കി നിൽക്കെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നോക്കി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിൽക്കവിടെ. അതോടെ ആ അത്ഭുതം സംഭവിച്ചു. താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നയാൾ വെള്ളത്തിൽ തട്ടും മുമ്പ് വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് ഇരിക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ അയാൾ ഇരുന്നു. ജനങ്ങൾ പുഴയിലിറങ്ങി രക്ഷപ്പെടുത്തുന്നതുവരെ അയാൾ അന്തരീക്ഷത്തിലുള്ള ഇരിപ്പ് തുടർന്നു. ഷെയ്ഖ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് നേരിൽ കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ദുഃഖിച്ചിരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു, 3 കാര്യം എനിക്ക് താങ്കളോട് ചോദിക്കാനുണ്ടായിരുന്നു. താങ്കൾ മറുപടി പറയുമോ? അതെ, ദുഃഖിതൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഇംഗിതമനുസരിച്ചല്ലാതെ ഈ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അള്ളാഹു താങ്കൾക്ക് കണക്കാക്കിയത് വല്ലതും തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, ഒരാൾക്കും സാധിക്കില്ല.
അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിൽ മാറ്റം വരുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ഒരാൾക്കും സാധിക്കില്ല. എങ്കിൽ പിന്നെന്തിന് താങ്കൾ വെറുതെ നിരാശനാകണം? അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിയും സമാധാനവും കണ്ടെത്തിയാൽ പോരെ. ഗുരുവിൻ്റെ വാക്കുകൾ ദുഃഖിതന്റെ മനസ്സിൽ ശാന്തിയുടെ കുളിർമഴയായി പെയ്തിറങ്ങി. അതോടെ ദുഃഖം ഓടിയൊളിക്കുകയും ചെയ്തു. ടെൻഷൻ വരുമ്പോൾ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങൾ ആലോചിക്കുക, പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. ഷെയ്ഖ് ഇബ്രാഹിം അദ്ഹമുല്ലാഹിന്റെ പ്രധാന ഉപദേശങ്ങളിലൊന്നാണിത്. ഇബ്രാഹിം അദ്ഹമുല്ലാഹിന്റെ സഹനശക്തി അപാരമായിരുന്നു. ഒരിക്കലൊരു ജൂതൻ ഗുരുവിന്റെ സമീപത്തുകൂടെ നടന്നുപോയി. കൂടെ അയാളുടെ വളർത്തുനായയുമുണ്ടായിരുന്നു. ഷെയ്ഖിനെ ഒന്ന് പരിഹസിക്കണമെന്ന ലക്ഷ്യത്തോടെ ജൂതൻ ചോദിച്ചു, ഇബ്രാഹിം, തങ്ങളുടെ താടിയാണോ എൻ്റെ നായയുടെ വാലാണോ കൂടുതൽ ശുദ്ധിയുള്ളത്? ഒട്ടും ദേഷ്യം പിടിക്കാതെ ശാന്തനായ ഇബ്രാഹിം അദ്ഹമുല്ലാഹിന് പറഞ്ഞു, എൻ്റെ താടി സ്വർഗത്തിലാണെങ്കിൽ താങ്കളുടെ നായയുടെ വാലിനേക്കാൾ ശുദ്ധിയുള്ളത് അത് തന്നെയാണ്. മറിച്ച് എൻ്റെ താടി നരകത്തിൽ നിന്ന് കടക്കാനുള്ളതാണെങ്കിൽ തൻ്റെ നായയുടെ വാല് തന്നെയാണ് കൂടുതൽ ശുദ്ധിയുള്ളത്. ഷേഖിന്റെ സഹനത്തിനും വശ്യമായ മറുപടിയിലും ആകൃഷ്ടനായ ജൂതൻ പറഞ്ഞു, തീർച്ചയായും ഇദ്ദേഹം കാണിച്ച ഈ സ്വഭാവ മഹിമ പ്രവാചകന്മാരുടേതാണ്. സത്യമതത്തിന്റെ വക്താക്കൾക്കല്ലാതെ ഇത്രയും മികച്ച സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയില്ല. ഞാനും ആ സത്യമതത്തിൽ അംഗമാവുകയാണ്. ജൂതൻ ഷേഖിന്റെ കരം പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഇബ്നു അദ്ഹമുല്ലാഹു പറഞ്ഞൊരു കഥ. ബനി ഇസ്രായേൽ ഒരാൾ തള്ളപ്പശുവിന്റെ മുമ്പിൽ വെച്ച് പശുക്കുട്ടിയെ അറുത്തു. ഒട്ടും കാരുണ്യമില്ലാത്ത ആ പ്രവർത്തനത്തിന് ശിക്ഷയെന്ന വണ്ണം അയാളുടെ വലതു കൈയുടെ ചലനശേഷി നഷ്ടമായി. ദുഃഖിതനായ അയാൾ ഒരു മരച്ചുവട്ടിലിരുന്ന് വിലപിക്കവേ മരത്തിന് മുകളിലുള്ള പക്ഷിക്കൂടികളിൽ നിന്ന് പറക്കുമുറ്റാത്തൊരു പക്ഷിക്കുഞ്ഞ് നിലത്ത് വീണ് കരയുന്നത് കാണാൻ ഇടയായി. ദയ തോന്നി അയാൾ പക്ഷിക്കുഞ്ഞിനെ എടുത്ത് കഷ്ടപ്പെട്ട് മരത്തിൽ കയറി അതിൻ്റെ കൂട്ടിൽ വെച്ചു കൊടുത്തു. അതുകാരണം അയാളുടെ കൈക്ക് നഷ്ടപ്പെട്ട ചലനശേഷി അള്ളാഹു തിരികെ നൽകി. കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹു അളവറ്റ കാരണം ചെയ്യുമെന്ന മഹാസത്യം അങ്ങനെ അയാൾക്ക് അനുഭവത്തിലൂടെ ബോധ്യമായി. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചൊരിയുക, എന്നാൽ ആകാശത്തെ നിയന്ത്രിക്കുന്നവൻ നിങ്ങളോടും കരുണ ചെയ്യും. ഒരാൾ ഇബ്രാഹിം അദ്ഹമുല്ലാഹിനോട് ചോദിച്ചു, ജനങ്ങളെല്ലാം എന്നെ നല്ലവനാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഞാൻ നല്ലവനാണോ എന്നറിയാൻ എന്താണ് ചെയ്യേണ്ടത്? ഷെയ്ഖ് പറഞ്ഞു, രഹസ്യമായി നീ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ സജ്ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക. അവരത് സ്വീകരിക്കുകയും നല്ലതാണെന്ന് അംഗീകരിക്കുകയും ചെയ്യാൻ നീ നല്ലവനാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറിച്ചാണെന്നും കരുതുക. ശക്തമായ വെയിലുള്ള ഒരു ഉച്ച സമയം ബൽഹാ ഭരണാധികാരിയെ ഇബ്രാഹിം അദ്ഹമുല്ലാഹു കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു വയോധികൻ തന്റെ കൊട്ടാര മതിലിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്നു. പൊടിപുരണ്ട പഴയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും മുഖം 14-ാം രാവ് പോലെ പ്രകാശിക്കുന്നുണ്ട്. ഭക്തിയും അഭിമാനവും വിളിച്ചറിയിക്കുന്ന നോട്ടം. ചക്രവർത്തി അയാളെ തന്നെ ഏറെ നേരം നോക്കി നിന്നു. ഇത് ഒരു അസാധാരണ മനുഷ്യനാണ്. ചക്രവർത്തിയുടെ മനസ്സ് മന്ത്രിച്ചു. സേവകരോട് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. സേവകൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ചക്രവർത്തി സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. എവിടെ നിന്നാണ് വരുന്നത്? അല്പം ദൂരെ നിന്നാണ് വരുന്നത്. എവിടേക്കാണ് പോകുന്നത്? മക്കയിലേക്ക് പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഈ പൊരിവയിലെത്താണോ യാത്ര? അതെ, അള്ളാഹു ഉദ്ദേശിച്ച് നടക്കണമല്ലോ. ഇന്ന് ദുൽഹിജ്ജ 1 മക്കയിലാക്കാവട്ടെ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. കാൽനടയായി പോയാൽ താങ്കൾ ഹജ്ജിന് മക്കയിലെത്താൻ പ്രയാസമാണല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നെ യഥാസമയം അവിടെ എത്തിക്കുക എന്നതൊന്നും ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. എനിക്കും ഈ വർഷത്തെ ഹജ്ജിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയം വൈകിയതിനാൽ അടുത്ത വർഷത്തേക്ക് നീട്ടുകയായിരുന്നു. ഞാനും താങ്കളോടൊപ്പം ഹജ്ജിന് വന്നാലോ? അത് താങ്കളുടെ ഇഷ്ടം, പക്ഷേ കൂടെ മറ്റാരും ഉണ്ടാവരുത്. ശരി, എന്നാൽ ഇന്നിവിടെ താമസിച്ച് നാളെ നമുക്ക് പുറപ്പെടാം. എന്താ? എന്നാൽ അങ്ങനെയാവട്ടെ. വയോധികൻ സമ്മതിച്ചു. ഇബ്രാഹിം അദ്ഹമുല്ലാഹു വളരെ പെട്ടെന്ന് തന്നെ ഹജ്ജ് യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. യാത്രാ സാമഗ്രികൾ ശേഖരിച്ചു. കൂടെ വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ച പരിചാരകരടക്കമുള്ളവരോട് നന്ദിപൂർവ്വം അത് വേണ്ടെന്ന് പറഞ്ഞു. ദീർഘയാത്രയാണല്ലോ, ഇന്ന് തന്നെ നന്നായി ഉറങ്ങാം, അല്ലെങ്കിൽ യാത്ര ക്ഷീണം ബാധിക്കാനിടയുണ്ട്. ഇങ്ങനെ വിചാരിച്ച് ചക്രവർത്തി അന്ന് നേരത്തെ തന്നെ കിടപ്പറയിലെത്തി. വയോധികൻ അതിഥികൾക്കുള്ള മുറിയിൽ അപ്പോഴും നിസ്കരിക്കുകയായിരുന്നു. സമയം ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞു കാണും.
വയോധികൻ ചക്രവർത്തിയെ വിളിച്ചു പറഞ്ഞു, വരൂ, നമുക്ക് പുറപ്പെടാം. വേഗം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് ഇബ്രാഹിം റളിയല്ലാഹു അയാളൊപ്പം പുറത്തിറങ്ങി. വയോധികൻ ചക്രവർത്തിയുടെ കൈപിടിച്ച് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. വയലുകളും മലകളും മേടുകളും അതിവേഗം അവർ പിന്നിട്ടു. വയൽ വെച്ചൊരു കർഷകൻ റൊട്ടിയും മുട്ടയും നൽകി അവരെ സൽക്കരിച്ചു. അത് കഴിച്ച ശേഷം അയാളോട് ചക്രവർത്തി ചില കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു. അവർ നടത്തത്തിന് വേഗത കൂട്ടി. ഭൂമി തങ്ങൾക്ക് വേണ്ടി ചുരുക്കപ്പെടുന്നതായും തിരമാല കണക്കെ ഭൂമി പിറകോട്ട് സഞ്ചരിക്കുന്നതായും ചക്രവർത്തിക്ക് തോന്നി. പട്ടണങ്ങളും ഗ്രാമങ്ങളും അതിവേഗം മാറി മാറി വന്നു. ഓരോ സ്ഥലത്തുമെത്തുമ്പോഴും ഇത് ഇന്ന സ്ഥലമാണ്, ഇത് ഇന്ന പട്ടണമാണ് എന്നിങ്ങനെ വയോധികൻ പറയുന്നത് കേട്ട് ഇബ്രാഹിം റളിയല്ലാഹു അമ്പരന്നു. ഇത്ര പെട്ടെന്ന് ഇവിടെയൊക്കെ എത്തിയോ? ഈ കാണുന്നതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണോ, അതോ ഞാൻ സ്വപ്നം കാണുകയാണോ? കുറെ കഴിഞ്ഞപ്പോൾ അവർ പട്ടണത്തിലെത്തി. ഏതോ അത്ഭുത ലോകത്തിൽപ്പെട്ട പ്രതീതിയിൽ ചക്രവർത്തി അമ്പരന്ന് നിൽക്കെ വയോധികൻ പറഞ്ഞു, സന്തോഷിക്കുക, നാം മദീനയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും സമയം സുബ്ഹിയോട് അടുത്തിരിക്കുന്നു. തുടർന്നുള്ള സംഭവം ഇബ്രാഹിം റളിയല്ലാഹു തന്നെ പറയട്ടെ. മദീനയിലെത്തിയ ഉടനെ ഞങ്ങൾ മസ്ജിദുൽ നബവിയിൽ കയറി സുബഹിസ്കരിച്ചു. റൗള ഷരീഫ് സന്ദർശിച്ച് ആത്മസായുജ്യമടഞ്ഞു. ഞാനിവിടെ നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. അല്പം സമയം കഴിഞ്ഞപ്പോൾ വയോധികൻ പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്നു മതിവരുവോളം സിയാറത്തും ഇബാദത്തും നിർവഹിക്കുക. ഞാൻ രാത്രി വരാം, നമുക്ക് വേഗം മക്കയിലെത്തേണ്ടതുണ്ടല്ലോ. അന്ന് പകൽ മുഴുവൻ ഞാൻ റൗള ഷരീഫിൽ മസ്ജിദ് നബവിയിലുമായി കഴിച്ചുകൂട്ടി. പറഞ്ഞതുപോലെ വയോധികൻ എന്നെ തേടിയെത്തി. മുമ്പ് ചെയ്തതുപോലെ എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം നടക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ അത്ഭുതകരമായി മക്കയിലെത്തി. അപ്പോൾ മസ്ജിദ് ഹറാമിൽ സാമാന്യം നല്ല തിരക്കായിരുന്നു. മക്കയിലെത്തിയ ഉടനെ എന്നോട് ഹജ്ജ് കർമ്മങ്ങൾ നന്നായി നിർവഹിക്കണമെന്ന് ഉപദേശിച്ച് വയോധികൻ പോകാനൊരുങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങയോടൊപ്പം ഞാനും വരുന്നു. വേണ്ട, നീ സ്വയം തന്നെ ഹജ്ജ് ചെയ്താൽ മതി. ഹജ്ജ് കഴിഞ്ഞ് സംസം കിണറിനടുത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് വയോധികൻ ജനക്കൂട്ടത്തിൽ മറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് ഞാൻ സംസം കിണറിനടുത്തെത്തിയപ്പോൾ വയോധികൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടവാളെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാം. പതിവ് പോലെ മിന്നൽ വേഗതയിൽ തന്നെ ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെത്തി. മസ്ജിദുൽ അഖ്സയിൽ കയറി നിസ്കാരം നിർവഹിച്ച ശേഷം വയോധികൻ പറഞ്ഞു, ഇനി ഞാനിവിടെ താമസിക്കുകയാണ്. താങ്കൾ നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ, നാം തമ്മിൽ പിരിയേണ്ട സമയമായി. അത്രമാത്രം പറഞ്ഞു വയോധികൻ എങ്ങോട്ടോ മറഞ്ഞു. ഏകാന്ത പതികനായി ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നു എനിക്ക് ബൽഖയിലെത്താൻ. യാത്രക്കിടെ ഞാൻ പലപ്പോഴും വയോധികന്റെ പേരും നാടുമെല്ലാം അന്വേഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും വയോധികൻ പറഞ്ഞു തന്നില്ല. ആ യാത്രയ്ക്ക് ശേഷം പിന്നീട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുമില്ല. പക്ഷേ ആത്മീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ അന്നത്തെ ആ യാത്രയും ആ വയോധികനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എനിക്കുറപ്പിച്ച് പറയാൻ കഴിയും. മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം ആയിരിക്കാം ആ വയോധികൻ എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അഅലം. ജനിച്ചവരെല്ലാം മരിക്കും. പക്ഷേ ചിലരുടെ മരണവും അവരുടെ ജീവിതവും പോലെ മാതൃകാപരവും അത്ഭുതകരവുമായിരിക്കും. ചരിത്രം അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അത്തരമൊരു മരണമാണ് നമ്മുടെ കഥാപുരുഷൻ ഇബ്രാഹിം റളിയല്ലാഹു തങ്ങളുടേത്. ഇബ്രാഹിം റളിയല്ലാഹുവിന് അധികമാരും അറിയാനിടയില്ലാത്തൊരു ചരിത്രമുണ്ട്. ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്കായി പോരാടിയ ഒരു ധീരയോദ്ധാവിൻ്റെ ചരിത്രം. ഭൗതിക ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ തൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന, അതോടൊപ്പം തന്നെ തൻ്റെ സമുദായത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി മഹാൻ പടപൊരുതുകയായിരുന്നു. ഷെയ്ഖ് പലപ്പോഴായി സൈനിക സേവനം നിർവഹിച്ചിട്ടുണ്ട്. ധർമ്മ സമര സേനാനിയായാണ് മഹാൻ വഫാത്തായത്. യുദ്ധരംഗത്ത് സജീവമായി നിലകൊള്ളുകയെ വയറ് സംബന്ധമായ ഒരസുഖം മഹാനെ ബാധിച്ചു. ഒരു രാത്രി തന്നെ 20-ലധികം തവണ വിസർജനത്തിന് പോവേണ്ടി വന്നു. രോഗം വഷളായി ക്ഷീണമേറെയുണ്ടായിട്ടും ഓരോ തവണ വുളു നഷ്ടപ്പെടുമ്പോഴും അദ്ദേഹം വുളു പുതുക്കിക്കൊണ്ടിരുന്നു. ആരോഗ്യമുള്ള കാലത്ത് എപ്പോഴും വുളു പതിവാക്കിയിരുന്നവരായിരുന്നല്ലോ ഇബ്രാഹിം റളിയല്ലാഹു. രോഗകാഠിന്യം നിമിത്തം ഇടയ്ക്കിടെ ബോധം മറയുകയും പിന്നീട് തെളിയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം രോഗം മൂർച്ഛിച്ചു. ഇടയ്ക്കെപ്പോഴോ ബോധം വന്നപ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു, എൻ്റെ വില്ലെടുത്ത് അതിൽ അസ്ത്രം തൊടുത്തു തരൂ. അവർ വില്ലിൽ അമ്പ് വെച്ചു കൊടുത്തു. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇബ്രാഹിം റളിയല്ലാഹു മരണത്തിന് കീഴടങ്ങി. പുഞ്ചിരി തൂങ്ങിക്കൊണ്ടായിരുന്നു മരണം. തൻ്റെ
പ്രേമഭാജനമായ അള്ളാഹുവിനെ നേരിൽ കണ്ടാസ്വദിക്കാനായി ആ ധന്യാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹിജ്റ 162 ഇബ്രാഹിം അദ്ഹമുല്ലാഹിന്റെ വഫാത്ത്. 60 പരം വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമെന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. ഒമാനിലെ സൂർ എന്ന സ്ഥലത്ത് കടൽ തീരത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നിൻ മുകളിലാണ് ഇബ്രാഹിം അദ്ഹമുല്ലാഹു ഖബർ ഷരീഫ് നിലകൊള്ളുന്നത്. അറബികളും അനറബികളുമായി നിരവധി പേർ സിയാറത്തിനെത്തുന്ന ഒമാനിലെ പ്രധാന മസാറുകളിലൊന്നാണിത്. അള്ളാഹു മഹാനുഭാവന്റെ ഹഖ്ജ ബർക്കത്ത് കൊണ്ട് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മോട് ബന്ധപ്പെട്ട് എല്ലാവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചരിത്രത്തിന് സമാപ്തി കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.